ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം, നമസ്കാരം. ഈ വീഡിയോയിൽ ആത്മീയതയുടെ സുപ്രധാനമായ ഒരു വശത്തെപ്പറ്റി, സത്യത്തെപ്പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സാരാംശത്തെപ്പറ്റി, യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ഒരു ആശയം യേശുവിൻ്റെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയും അതിൻ്റെ സാർവലൗകികമായ പ്രസക്തി എന്തെന്ന് അന്വേഷിക്കുകയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആശയങ്ങൾ അല്പം അസാധാരണം ആയതുകൊണ്ട്, അതായത് സാധാരണ പരാമർശിക്കപ്പെടാത്തതായതുകൊണ്ട്, അതിൻ്റെ അർത്ഥം ഞാനാണ് ആദ്യമായിട്ട് ഇത് പറയുന്നതെന്നല്ല. ഇത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആശയങ്ങളാണ്. പക്ഷേ ഈ കാലത്ത് ഇങ്ങനെയുള്ള ആശയങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്നു. അവയൊന്ന് ഓർത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ആത്മീയത എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായ ധാരണ പ്രാപിക്കേണ്ട അത്യാവശ്യം എന്ന് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം 2024 ആണ്ടിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രത്യേകമായി ഒന്ന് പരിഗണിക്കണമെന്ന് എൻ്റെ എന്നെ പ്രേരിപ്പിക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ആമുഖമില്ലാതെ പ്രവേശിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ യേശു വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തുന്നത് സുപരിചിതമാണ്. യേശു പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഇത് എന്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി യേശു പ്രസ്താവിച്ചു എന്നതിനെ പറ്റി വേണ്ട വിധത്തിൽ വിശ്വാസികൾ അന്വേഷിക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് സത്യം തന്നെയെന്ന് ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. ഇപ്രകാരം പ്രത്യേകമായി പ്രസ്താവിക്കേണ്ട ആവശ്യം എന്താണ്? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതിൻ്റെ അർത്ഥം, ലോകത്തിൽ മനുഷ്യന് രണ്ട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഞാനത് ഇപ്രകാരം അവതരിപ്പിക്കട്ടെ. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായ ഒരാവശ്യമുണ്ട്. അതെന്താണ്? ഒന്നായി തീരുന്നതിൻ്റെ ആവശ്യമുണ്ട്. ഇത് നാം വളരെ കൃത്യമായി സ്പഷ്ടമായി മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ശാസ്ത്രത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഉപ്പ് എന്നത് സോഡിയവും ക്ലോറിൻ കൂടെ ചേരുന്നതാണ് സോഡിയം ക്ലോറൈഡ്, NaCl. അല്ലെങ്കിൽ വെള്ളം എന്നത് ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേരുന്നതാണ് H2O. 2 atoms of hydrogen combined with 1 atom of oxygen to produce a water molecule. A molecule of water. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓക്സിജനായിരുന്നാൽ മനുഷ്യന്റെ ദാഹം തീർക്കാൻ സാധ്യമല്ല. ഹൈഡ്രജനായിട്ടിരുന്നാൽ മനുഷ്യന്റെ ദാഹം ശമിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ ദാഹം ശമിപ്പിക്കപ്പെടണമെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും കൂടെ ഒന്നായി തീരണം. ഇത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ആദാമിനെ സൃഷ്ടിച്ച ശേഷം ദൈവം അവനെ പരിഗണിച്ച് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതിൻ്റെ അർത്ഥം, എല്ലാ മനുഷ്യർക്കും ഒന്നായി തീരുവാൻ, താൻ അല്ലാത്ത എന്തിനോടോ കൂടി ചേർന്ന്, തന്നിൽ നിന്ന് വ്യത്യസ്തമായ എന്തിനോടോ ചേർന്ന് ഒന്നായി തീരുവാൻ മനുഷ്യന് ആവശ്യമുണ്ട്. അതിന് തക്കതായൊരു തുണ, അതാണ് സ്ത്രീയായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനോട് ചേർന്നാലാണോ
പുരുഷൻ ഒന്നായിത്തീരുന്നതിൻ്റെ സന്തോഷം അതുല്യമായ വിധത്തിൽ അനുഭവിപ്പാൻ സാധ്യമാക്കി തീർക്കുന്നത് ആ ഒന്നിപ്പിന് അവന് സഹായിക്കുന്ന ആ പ്രതിഭാസത്തിൻ്റെ പേരാണ് തക്കതായ തുണ. തക്കതായ തുണ, അതായത് ഒന്നിപ്പിൽ കൂടെ പൂർണ്ണത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഭൂമിയിൽ എന്തിനെങ്കിലും സാധ്യമാക്കാമോ, അങ്ങനെ സാധ്യമാക്കാൻ ഉള്ള ഇടമുണ്ടെങ്കിൽ, അതിനുള്ള ന്യായമുണ്ടെങ്കിൽ അത് ഈ വിധത്തിൽ മാത്രമാണ്. അത് മനുഷ്യന്റെ ഭൗതികമായ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ മാത്രമായിരിക്കണം, ആജീവനാന്തം ഒരുമിച്ച് ഒന്നായി ചേർന്നവർ മരണം അവരെ വേർപിരിക്കുന്നത് വരെ ഒന്നായിരിക്കണം എന്ന് നിഷ്കർഷിക്കും. എന്നാൽ അതിന് പകരം ഒന്നിൽ നിന്ന് അനേകമായതിലേക്ക് മനുഷ്യൻ വഴുതിപ്പോകുന്നു. അത് ഇംഗ്ലീഷിൽ പ്രൊമിസ്ക്യൂറ്റി എന്ന് പറയും. ഒന്നായി ചേരുവാനുള്ള കഴിവില്ലാതെ, അത് മനുഷ്യന്റെ ബലഹീനതയാണ്. ആ ശൂന്യതയെ ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ മൂർച്ചയും ഭാരവും കുറയ്ക്കാം എന്നുള്ള അന്വേഷണത്തിൽ മനുഷ്യൻ അവിടെയും എവിടെയും മുട്ടിയും തപ്പും തടഞ്ഞും പല പല വിധത്തിൽ ഈ ഒരു അവസ്ഥയുടെ വേദനയും ഭാരവും ശൂന്യതയും ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ അല്പം അത് കുറച്ച് കിട്ടുവാൻ ശ്രമിക്കുമെങ്കിലും ആ ശ്രമങ്ങളൊക്കെയും വിഫലമായി തീരും. ഈ ഒരു തലത്തിൽ അതിനൊരു പ്രതിവിധിയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും പിന്നെയും ദാഹിക്കുമെന്ന് യേശു പറയുമ്പോൾ അത് ഈ അർത്ഥത്തിലാണ്. ഒന്നായിത്തീരുന്ന അവസ്ഥയെ ഉപേക്ഷിച്ച് പലതിൽ കൂടെ നൈമിഷികമായ അനുഭൂതികളുടെ ഒരു പരമ്പര സൃഷ്ടിച്ച് അവൻ്റെ ജീവിത ശൂന്യത അവനിൽ ഉണർത്തുന്ന വേദനകൾ, പരാധീനതകൾ, വിമിഷ്ടങ്ങൾ, അവയ്ക്ക് ഇപ്പൊ കസ്തൂരി എന്താ പറയുന്നത്, ബ്രീത്ത് ഈസി, കസ്തൂരി ബ്രീത്ത് ഈസി, അത് കഴിച്ചാൽ നിങ്ങൾക്ക് ശ്വാസം അനായാസമായിട്ട് എടുക്കാം എന്ന് പറയുന്നത് പോലെ ഒരു ബ്രീത്ത് ഈസി പരിപാടിയിലെ അന്വേഷിച്ചാണ് മനുഷ്യൻ അനേകം അതിനെ അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ രണ്ട് സാധ്യതകൾ, ഒന്ന് ഒന്നിനോട് താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ അനേകത്തിനെ അന്വേഷിച്ച് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് വഴുതിപ്പോയി അവിടെ നിന്നുരുണ്ട് മൂന്നാമതയിൽ പോയി, നാലാമത്തേയിൽ പോയി, അഞ്ചാമത്തേയിൽ പോയി, ആറാമത്തേയിൽ പോയി, ഇങ്ങനെ ഉരുണ്ട് നടക്കുന്ന മനുഷ്യൻ. ആ സാഹചര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ശമരിക്കാരി സ്ത്രീയോട് പറയുന്നത്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല. അവളും ഉരുളുകയാണ്. ഒന്നിനോട് ചേർന്ന് പൂർണ്ണത പ്രാപിക്കുവാനുള്ള കഴിവ് ഇല്ലാതെ അവളുടെ ബലഹീനതയിൽ, അവളുടെ രോഗത്തെ അവൾ തന്നെ ചികിത്സിക്കുവാൻ അവൾ കണ്ടുപിടിച്ച മാർഗമാണ് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക്, മറ്റതിൽ നിന്ന് മൂന്നാമതിലേക്ക്, മൂന്നാമത് നാലാമത്, അഞ്ചാമത് ആറിൽ ഇപ്പം നിൽക്കുകയാണ്. അതെപ്പോഴാണ് അവിടെ നിന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത് ഒരു സാധ്യതയാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് ആശ്വാസം. എന്നാൽ മറ്റൊരു സാധ്യതയും, അതെന്താണ്? ഏകമായതിൽ ഒന്നായിത്തീരുക. പലതിനോട് ഒന്നായിത്തീരുന്നതിൻ്റെ പേരാണ് പ്രൊമിസ്ക്യൂറ്റി. ഏകമായതിനോട് ഒന്നായിത്തീരുന്നതിൻ്റെ പേരാണ് പൂർണ്ണത. മനുഷ്യ അവസ്ഥയിൽ, മനുഷ്യന്റെ ബന്ധങ്ങളിൽ കൂടെ അവൻ പൂർണ്ണത പ്രാപിക്കണം. പൂർണ്ണതയിൽ മാത്രമേ ആശ്വാസവും സ്ഥിരതയുമുള്ളൂ. അപൂർണമായതിൽ വീർപ്പുമുട്ടലും അസ്ഥിരതയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് പ്രാവർത്തികമായ യുക്തിയാണ്, സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിൽ കൂടെ അന്വേഷിക്കുന്നവർ, പലതിൽ കൂടെ തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവർ, അവർ എപ്പോഴും അപൂർണതയുടെ അരിഷ്ടതയിൽ കഴിയും. അവർ ബ്രീത്ത് ഈസി കഴിച്ചെന്നൊക്കെ തോന്നുമെങ്കിലും അവരുടെ അവസ്ഥ എപ്പോഴും ശ്വാസം മുട്ടൽ തന്നെ ആയിരിക്കും. ഇതാണ് എൻ്റെ സത്യം. എന്നാൽ ഏകമായതിനോടൊന്നായിത്തീരുക. അതുകൊണ്ടാണ് ഒരു പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും.
ഏകമായതിനോട് ചേരുമ്പോൾ ഏകമായതിനോട് ചേരുമ്പോൾ അവിടെ ആശ്വാസമുണ്ടാകുന്നു, സ്ഥിരതയുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, പരസ്പരപൂരിതമായ ഒരു ബന്ധങ്ങളുടെ സമൃദ്ധി ഉണ്ടാകും. ഇതാണ് ഇവിടെ വിഭാഗിച്ചത്. ഇത് മാനുഷികമായ തട്ടത്തിൽ. എന്നാൽ അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് ഈ ലോകത്തിൻ്റെ എല്ലാ സമ്പദ് സമൃദ്ധികൾ, ഈ ലോകത്തിൻ്റെ ഉപാധികൾ, ഈ ലോകത്തിൻ്റെ സാധ്യതകൾ മുഴുവനും വെട്ടിപ്പിടിച്ചാൽ, അത് കൂടുതൽ കൂടുതൽ സംഭരിച്ചു വെച്ചാൽ എൻ്റെ ജീവിതം പൂർണ്ണമായി തീരും. അത് മിഥ്യയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യന്റെ ജീവിതം അവന്റെ ഇഹലോക സമ്പാദ്യങ്ങളുടെ ആകെ തുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. The life of a man does not consist in the abundance of possessions എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ധനവാനായ മൂഢന്റെ അല്ലെങ്കിൽ മൂഢനായ ധനവാന്റെ കഥ. അവൻ ധാന്യപുരിയൊക്കെ വലുതാക്കി വെച്ചെല്ലാം സംഭരിച്ചു വെച്ചിട്ട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവൻ മരിച്ചുപോയി, ചത്തുപോയി, രാത്രി തന്നെ മരിച്ചുപോയി. കാരണം ഈ അനേകമായതിൽ ആശ്രയിക്കുന്നത് മരണത്തിൻ്റെ തത്വമാണ് എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകാവുന്നത്, ഭൗതികമായി നാം നോക്കുമ്പോൾ മനുഷ്യൻ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മർമ്മമാണ്, ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അനേകമായതിൻ്റെ പുറകെ ഏറ്റവും ശക്തമായി ഓടിയാൽ എനിക്ക് വല്ല വിധേനയും ആശ്വാസം കിട്ടും. എന്നാൽ ഓട്ടത്തിൻ്റെ മൂർച്ച കൂടുന്തോറും അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് സത്യം. ഏകമായതിനെ സ്വീകരിക്കുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുക. ഇംഗ്ലീഷിൽ മെൽറ്റിംഗ് ഇൻ ടു ഈച്ച് എന്ന് പറയും. മെൽറ്റിംഗ് ഇൻ ടു ഈച്ച്, ഒന്നായിത്തീരുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ പ്ലംബേഴ്സ് ജോലി ചെയ്യുമ്പോൾ നോക്കിയാൽ, പ്രത്യേകിച്ച് PVC പൈപ്പ് ഒട്ടിക്കുമ്പോൾ, 2 കഷ്ണങ്ങൾ ഒട്ടിക്കണമെങ്കിൽ അതിൽ രണ്ടിലും ഒരു സൊല്യൂഷൻ പുരട്ടും. ഈ സൊല്യൂഷൻ എന്താണ് ചെയ്യുന്നത്? ഈ 2 പൈപ്പിൻ്റെയും സർഫസ്, പ്രതലങ്ങൾ അത് ഉരുക്കും. അങ്ങനെ പ്രതലങ്ങൾ ഉരുകിയാൽ മാത്രമേ ഒന്നായി ചേർത്ത്. അങ്ങനെ ഒന്നായി തീർന്നാൽ അത് ഒന്നായി തന്നെ തുടരും, അത് അനുസ്യൂതം തുടരും. അതേസമയം അങ്ങനെ ഉരുകി ഒന്ന് മറ്റതിലേക്ക് ഉരുകി ചേർന്ന് ഒന്നായി തീർന്നില്ല എങ്കിൽ അതിന് എപ്പോഴും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ലീക്ക് ചെയ്യുന്ന ബന്ധങ്ങളാണ് ഇപ്പോൾ മനുഷ്യനുള്ളത്. അതുകൊണ്ടാണ് ബന്ധങ്ങളിൽ മനുഷ്യൻ അസ്വസ്ഥത അനുഭവിക്കുന്നതെന്ന് ഈ ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഇത് ഭൗതികമായ തലത്തിൽ. ഇനി ആത്മീയമായി നോക്കുമ്പോൾ മനുഷ്യന് ശാരീരികമായ ദാഹം മാത്രമല്ല, അവൻ ആത്മീയമായ ദാഹമുണ്ട്. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിലേക്ക് ചേരുവാൻ കാംക്ഷിക്കുന്നു, ഒന്നായി തീരുവാൻ. അത് ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് വിരുദ്ധമാണ്. ദൈവത്തോട് നാം ബന്ധം പുലർത്തുന്നത് 2 വിധത്തിലാകാം. ഒന്ന്, ഭൗതികമായ വിധത്തിൽ മാത്രം ദൈവത്തോട് ബന്ധം പുലർത്തും. അതെന്താണ്? എൻ്റെ സൗകര്യമനുസരിച്ച് അവിടെ ഇവിടെയും തൊട്ടും മുട്ടിയും ദൈവത്തോട് അല്ലെങ്കിൽ ദൈവഹിതത്തോട് താതാത്മ്യം പ്രാപിക്കാതെ എൻ്റെ സൗകര്യത്തിനൊതുങ്ങുന്നൊരു ചെറിയ ആയുധമായി ഞാൻ പറയുന്ന, ഓക്കെ, എനിക്ക് തക്ക സമയത്ത് ചെയ്തു തരുന്ന ഒരു കോസ്മിക് സെർവൻ്റായിട്ട്, വേലക്കാരനായിട്ട് ദൈവത്തെ ഉപയോഗിക്കാം. ദൈവത്തോടുള്ള, അതായത് ഒരു പുരുഷൻ അനേക സ്ത്രീകളോട് ബന്ധം പുലർത്തി അവൻ്റെ കാര്യം കാണുന്നത് അതിന് സമാനമാണ് ദൈവത്തെ ദൈവം അർഹിക്കുന്നത് പോലെ സ്വീകരിക്കുകയും ആ ദൈവഹിതത്തോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യാതെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, ലാഭം അല്ലെങ്കിൽ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ കൈകാര്യം ചെയ്യുന്ന പരിപാടി. ഇറ്റ് ഈസ് സ്പിരിച്വൽ പ്രൊമിസ്ക്യൂറ്റി. അവിടെ വിശ്വസ്തതയില്ല, അവിടെ വിശ്വാസമില്ല, അവിടെ നീതിയില്ല, അവിടെ സത്യമില്ല, അവിടെ ആത്മാർത്ഥതയില്ല. അപ്പോൾ യേശു പറയുന്നത് എന്താണ്? ലോകത്തിലുള്ള ഇപ്പോൾ നിലവിലുള്ള സമീപനം അല്ലെങ്കിൽ സ്ട്രാറ്റജി, ഭൗതികമായ കാര്യങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് അതിന്മേൽ ആധിപത്യം സ്ഥാപിച്ച് അതിൽ കൂടെ സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും കണ്ടെത്തുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ, ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ സത്യം എന്താണ്? എൻ്റെ ശക്തി എന്താണ്? എൻ്റെ വ്യക്തിത്വം എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു.
ആത്യന്തികമായി ഒന്നായിത്തീരുന്നത് ഒന്ന് മാത്രം, അത് ദൈവമാകുന്നു. ഗോഡ് അലോൺ ഈസ് വൺ. ലോകത്തിൽ മറ്റൊന്നും ആത്യന്തികമായി ഒന്നാകുകയില്ല. കാരണം പകരം വെക്കാൻ എന്തെങ്കിലും കാണും. ദൈവത്തിന് പകരം വെക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ആത്യന്തികമായി ഒന്നാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ ദൈവത്തോട് ഞാൻ താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു, ദൈവത്തെ എൻ്റെ പിതാവായി മനസ്സിലാക്കുകയും ആ സ്വർഗീയ പിതാവിനോട് ഞാൻ താദാത്മ്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുള്ളത് കാണാപ്പാഠം അറിയാത്ത ക്രിസ്ത്യാനികളെങ്കിലും ചുരുക്കമാണ്. എന്നാൽ ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത് വെറും വാക്കുകളായി മാത്രം നാം കൊണ്ടു നടക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് വേണ്ടതുപോലെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നില്ല. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നുവെന്ന് യേശു പറഞ്ഞതിൻ്റെ ഫലം എന്താണ്, അതിൻ്റെ തെളിവെന്താണ്, ആ അവസ്ഥ യേശു പ്രാപിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു, അതാണ് നാം മനസ്സിലാക്കുക. ദൈവം എന്നത് സാർവലൗകികമായ, ഒരു ഇടത്തും ഒതുക്കി നിർത്താൻ കഴിയാത്ത, ഒരു സ്ഥാപിത താല്പര്യത്തിന്റെ പരിധിയിലും ഒതുങ്ങി നിൽക്കാത്ത, സർവ അണ്ടകടാഹങ്ങളെയും ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാറ്റിനു വേണ്ടിയും കരുതുന്ന, എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന മർമ്മമായ, ജീവന്റെ വെളിച്ചമായ ദൈവം. സൂര്യൻ എപ്രകാരമാണ് നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ സർവ്വവ്യാപിയായി നിൽക്കുന്നത്, അതുപോലെ സർവ അണ്ടകടാഹങ്ങളിലും സർവ്വവ്യാപിയായി നിൽക്കുന്ന ദൈവത്തെ ഒരു കൊച്ചു കുപ്പിയിലിട്ട് കൊണ്ട് നടക്കാവുന്ന എന്ന് കരുതുന്ന വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷം ആളുകളെന്ന് പറയുമ്പോൾ അതത്ര അപഹാസ്യമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവഹിതത്തോട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രാവർത്തികമായ അർത്ഥം സർവവിധ വിഭാഗീക ചിന്തകളും വെടിഞ്ഞ് മനുഷ്യനിർമ്മിതമായ എല്ലാ വിഭജനത്തിന്റെ കോട്ടകളെയും ഉപേക്ഷിച്ച്, ദ വാൾസ് ഓഫ് ഡിവിഷൻ ആൻഡ് ഹോസ്റ്റിലിറ്റി, ശത്രുത്വത്തിൻ്റെയും വിവേചനത്തിൻ്റെയും മതിലുകൾ പണിയാനാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ താല്പര്യവും കഴിവും. അത് അവൻ്റെ പരിമിതിയുടെ പ്രകടനമാണ്. അതവൻ പലതിന്മേൽ ആശ്രയിച്ച് അങ്കലാപ്പിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന ആ ഒരവസ്ഥയിൽ കാട്ടിക്കൂട്ടുന്ന ഭ്രമങ്ങളാണ്. ഇത് സ്ഥായിയായ ഒന്നുമില്ല. വലിയ വലിയ അധ്വാനം നടത്തുമെങ്കിലും അതിൻ്റെ അവസാനം ഒന്നും ഉണ്ടാകുകയില്ല. ദ എൻഡ് ഓഫ് ഇറ്റ് വിൽ ബി ഫ്യൂട്ടിലിറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻ. എന്നാൽ എന്തെങ്കിലും നിലനിൽക്കുന്ന ഒരു നേട്ടം ഉണ്ടാകണമെങ്കിൽ, നിലനിൽക്കുന്ന സമാധാനമോ സന്തോഷമോ ഉണ്ടാകണമെങ്കിൽ, സനാതനമായി ഒന്ന് മാത്രമായിരിക്കുന്നതിനോട് താതാത്മ്യപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ വെളിപ്പെടുത്തൽ. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതുകൊണ്ട് യഹൂദൻ വരച്ച വരയുടെ ഉള്ളിൽ നിൽക്കുവാൻ യേശുവിന് മനസ്സില്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് കടന്നു പോവുകയും ലോക യാഥാർത്ഥ്യങ്ങളോട് യാതൊരു നിബന്ധനകളുമില്ലാതെ അൺകണ്ടീഷണലി ബന്ധം പുലർത്തുകയും പ്രതികരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു യേശുവിൻ്റേത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം എന്നത് സർവ സൃഷ്ടിയുടെയും നിദാനമായ ആ ഒരു ശക്തിയാണ് വചനം. ലോഗോസ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വചനം എന്ന് പറഞ്ഞ വേദപുസ്തകം എന്നാണ്. അങ്ങനെയല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ജീവന്റെ മർമ്മം ഏതാണോ, ഈ അണ്ടകടാഹത്തിൽ ഈ ചരാചരങ്ങളിൽ മുഴുവനും പ്രവർത്തിക്കുന്ന ജീവന്റെ മർമ്മം എന്താണ്, അതാണ് ലോഗോസ്. ലോഗോസ് ഇല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുകയില്ല. ആ ലോഗോസ് എന്ന് പറയുന്നത് ദൈവ വ്യക്തിത്വത്തിന്റെ സർഗാത്മകതയുടെ പ്രവർത്തന മർമ്മമാണ്. ഇറ്റ് ഇസ് എ ഫങ്ഷനിങ് പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രിയേറ്റീവ് എനർജി ഓഫ് ദ ക്രിയേറ്റർ. അതാണ് ലോഗോസ്. ആ ലോഗോസ്, ആ വചനം ജഡമായി തീർന്നു. അപ്പോൾ യേശുവിൻ്റെ ആരംഭം തന്നെ, യേശുവിൻ്റെ വ്യക്തിത്വത്തിന്റെ അന്തസത്ത തന്നെ ഈ ഏകത്വമാണ്, ഏകമാണ് വചനം. പല വചനങ്ങളില്ല, പക്ഷെ ക്രിസ്ത്യാനികൾ പല വചനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ്
ക്രിസ്തീയ വിശ്വാസ സമൂഹം ഒരു 50,000 കഷ്ണങ്ങളായി മുറിച്ചു കളഞ്ഞതെല്ലാം വചനത്തെ ഉപയോഗിച്ചാണ്, വചനത്തെ വാള് പോലെ ഉപയോഗിച്ചാണ് കീറി മുറിച്ചതെന്നൊക്കെ നമുക്കറിയാം. അത് ഭൗതികമായി മാത്രം ദൈവ വചനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥയിലാകുന്നത് കൊണ്ട്, അതായത് ഞാനും പിതാവും ഒന്നാകുന്നത് കൊണ്ട്, ഞാൻ തന്നെ വചനം ജഡമായി തീർന്ന ആ ഒരു പ്രതിഭാസമാകുന്നത് കൊണ്ട് എന്താണ്, എനിക്ക് സങ്കുചിതമായ ഒരു പരിഗണനയോ ഒരു അജണ്ടയോ ഒരു എന്താണ് പറയുന്നത് ലോയൽറ്റിയോ ഒരു വിധത്തിലുള്ള ഐഡന്റിറ്റിയോ സ്വീകാര്യമല്ല. പല ആളും ചോദിക്കാറുണ്ട്, യേശു സ്ത്രീയാണോ പുരുഷനാണോ? അപ്പോൾ എന്താ പറയുന്നത്, ഫെമിനിസ്റ്റുകളുടെ ഒരു പരാതി, യേശു പുരുഷനാണ്, സ്ത്രീ അല്ലെന്നാണ്. ഈ പുരുഷനും സ്ത്രീയുമല്ല, ഇത് മനുഷ്യന്റെ കണ്ണിൽ കൂടെ കാണുന്ന വ്യത്യാസമാണ്. യേശു മനുഷ്യനാണ്, പുരുഷനല്ല. സർവവിഭാഗീയ ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന അത്ഭുത മർമ്മമാണ് മനുഷ്യൻ എന്നുള്ളത്. അതിനകത്ത് സ്ത്രീയും പുരുഷനും ഒന്നാണ്. അങ്ങനെ എല്ലാറ്റിനെയും ഒന്നാക്കി തീർക്കുന്ന ഒരു ആത്മീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാൻ. അതിൻ്റെ മൂലകാരണം, അതിൻ്റെ രഹസ്യം ദൈവത്തോട് ഞാൻ അത്രമാത്രം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ വിശ്വാസവും നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അതിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാട്, നമ്മെ നയിക്കുന്ന ലക്ഷ്യങ്ങൾ, ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പൊരുത്തവുമില്ല. എല്ലാവരും വിശ്വാസികളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവത്തിൽ വസിക്കുന്നു. പക്ഷേ അതിൻ്റെ യാതൊരു ഗുണവും മടവും കാണാനില്ല. ഭൗതികമായി മാത്രം ദൈവത്തെ കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. കാര്യസാധ്യത്തിന് മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അത് ഏത് ദൈവമാണെങ്കിലും കുഴപ്പമില്ല. ദൈവത്തെ കൊണ്ട് കാര്യസാധ്യമില്ലെങ്കിൽ ആ ദൈവങ്ങളെ എന്താ പുറകെ പോകുന്നു. ഏത് ദൈവ തിമിംഗലത്തിൻ്റെയും കാല് പിടിക്കുന്നു. ഏത് വിധത്തിലും കാര്യം സാധിച്ചാൽ മതി, അതിന് എവിടെ പോയാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഈ തത്വപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ നാം ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ട് പോലുമില്ല എന്നൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. യേശു വിഭാവന ചെയ്ത, യേശു പ്രതിനിധാനം ചെയ്യുന്ന, യേശു വെളിപ്പെടുത്തിയ, യേശു സാക്ഷാത്കരിച്ച ഒരു ആത്മീയമായ അവസ്ഥയുണ്ട്. അതെന്താണ്? ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നു. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. അതുകൊണ്ട് എന്താണ്? അതിൻ്റെ എല്ലാ കാഴ്ചപ്പാടിലും, എൻ്റെ അറിവിലും, എൻ്റെ സംജ്ഞകളിലും, എൻ്റെ ആദർശങ്ങളിലും, എൻ്റെ സമീപനങ്ങളിലും, ലക്ഷ്യങ്ങളിലും ഇത് വലിയ വെളിച്ചം പോലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ ഒരു ലേബലുകളും, ഒരു മതിലുകളും, ഒരു വിഭാഗീയ ചിന്തകളും എനിക്ക് സ്വീകാര്യമല്ല. മനുഷ്യനിർമ്മിതമായ ഈ കലാപരിപാടികൾ, പുരോഹിത വൃന്ദം സൃഷ്ടിച്ചിരിക്കുന്ന ഈ വലിയ ഭാരങ്ങൾ, ആ ക്രിയ ചെയ്യണം, ഈ ക്രിയ ചെയ്യണം, ആ യാഗം കഴിക്കണം, ഈ ഭോഗം കഴിക്കണം, ഇങ്ങനെയുള്ള പരിപാടികൾ, ഇതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ സർവ ജീവന്റെയും ഉറവിടമായ ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ തലകുത്തി നിന്ന് വട്ടം കറങ്ങി ഈ ആരാധനാക്രമങ്ങൾ നടത്തിയാലും, പടിഞ്ഞാറ് തോട് തിരിഞ്ഞെന്ന് അല്ലെങ്കിൽ കിഴക്കോട് തിരിഞ്ഞെന്ന് വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ദിവ്യബലി നടത്തിയാലും യാതൊരു ഗുണവുമില്ല, അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നതാണ് ഈ പ്രസ്താവനയുടെ അർത്ഥമെന്ന് ഒരു പക്ഷേ ആരും പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നാൽ ഈ ഒരു തത്വം മനസ്സിലാക്കാതെ, അത് വേണ്ടതുപോലെ അംഗീകരിക്കാതെ നമുക്ക് യേശുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. യേശുവിൻ ദൗത്യത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ക്രിസ്ത്യാനികൾ യേശുവിനെ അനുകരിക്കുന്നവരാണെന്നാണല്ലോ സങ്കല്പം. എങ്ങനെയാണ് നാം യേശുവിനെ മനസ്സിലാക്കാതെ അവനെ അനുഗമിക്കുന്നത്? യേശുവിൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയണമെങ്കിൽ അവിടുന്ന് നടത്തിയിട്ടുള്ള ഈ വളരെ വലിയ ശ്രദ്ധേയമായ ഈ വെളിപ്പെടുത്തൽ, ഈ പ്രസ്താവനയുടെ പൊരുൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. നാം പറയും യേശു വഴി, യേശു തന്നെയാണ് വഴി. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്താണ് വഴി? ഇതാണ് വഴി. ദൈവവുമായി താതാത്മ്യപ്പെടുക.
അങ്ങനെ ദൈവവുമായി താതാത്മ്യപ്പെടുമ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം മായ എന്ന് നമുക്ക് മനസ്സിലാകും. അത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, സർവവും മായയാണ്, വാനിറ്റി ഓഫ് വാനിറ്റീസ്, ഓൾ ഈസ് വാനിറ്റി എന്ന് പറയുന്നില്ല. അർത്ഥം എന്താണ്? ഈ ലോകം മുഴുവനും മായയാണ്. ഈ ലോകത്തിൽ നാം കാണുന്നത് ഒരു അർത്ഥമൊന്നുള്ള കാര്യമല്ല, അത് വെറും പ്രതീതികൾ മാത്രമാണ്. ഇറ്റ്സ് എ വേൾഡ് ഓഫ് മിയർ അപ്പിയറൻസസ് എന്ന സഭാപ്രസംഗി സാക്ഷീകരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഈ ലോകത്തെ പുച്ഛിക്കണം എന്ന വിധത്തിലല്ല പറയുന്നത്. അങ്ങനെയാണ് പലരും അത് വ്യാഖ്യാനിക്കുന്നത്. തെറ്റാണത്. സഭാപ്രസംഗിയുടെ സാക്ഷ്യം എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് താനേ മനസ്സിലാകും ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ മോടികൾ, പ്രതാപങ്ങൾ, അതിന്റെ സമ്പത്തുക്കൾ, അതിന്റെ ശക്തികൾ, അതിന്റെ മനുഷ്യർ കാക്ഷിക്കുന്നതെല്ലാം വെറും മായയാണ്, വാനിറ്റിയാണ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് യേശു ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നതിന്റെ തെളിവെന്താണ്? സാത്താനാൽ യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതിന്റെ മൂന്നാമത്തെ പരീക്ഷയായ യേശുവിനെ ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഈ ലോകത്തെയും അതിന്റെ സാമ്രാജ്യങ്ങളുടെ എല്ലാ മഹിമകളെയും സമ്പത്തുകളെയും കാണിച്ചിട്ട് ഇതൊന്ന് വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ യേശു ആ പരീക്ഷയിൽ വീഴാതിരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചൊരു വ്യക്തിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ ലോകവും അതിന്റെ പ്രതാപങ്ങളും സമ്പത്തുക്കളും മോടികളും എല്ലാം ചപ്പും ചവറും പോലെയാണ്. എന്നാൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ഭൂമിയുടെ ഏതെങ്കിലും ഒരു അറ്റം കിട്ടാനാണ്, ഒരു വീസ കിട്ടാനാണ്, ഒരു ജോലി കിട്ടാനാണ്, അല്പം കൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ്, മറ്റുള്ളവരുടെ പറമ്പും കൂടെ എനിക്ക് കിട്ടാനാണ്, മറ്റുള്ളവർക്ക് കിട്ടാനുള്ള പ്രൊമോഷൻ എനിക്ക് കിട്ടാനാണ്. ഈ ലോകത്തിന്റെ ഉപാധികൾ അർഹിക്കാത്തത് കിട്ടാൻ വേണ്ടി മാത്രമാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. അതിന്റെ പേരാണ് പ്രോസ്പെറിറ്റി ഗോസ്പൽ. എല്ലാവരും പ്രോസ്പെറിറ്റി ഗോസ്പൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പാലിച്ചു വരികയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു പ്രാപിച്ച ഈ മഹനീയമായ അവസ്ഥ, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ദൈവം ഒരു മിഥ്യയും ലോകം മാത്രം സത്യവുമാണ്. ഹിന്ദുക്കളുടെ ഒരു പറച്ചിലുണ്ടല്ലോ, ജഗത് മിഥ്യ, ജഗത് മിഥ്യ, ബ്രഹ്മ സത്യ. ബ്രഹ്മാവ് മാത്രമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, എല്ലാത്തിൻ്റെയും കാരണഭൂതനായ പരമാത്മാവ് ബ്രഹ്മ, അത് മാത്രമാണ് സത്യം, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്, ജഗത് മിഥ്യ. അതും യേശു പറഞ്ഞ കാര്യവും ഒന്നാണ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ പല്ലഞ്ഞിരിക്കും. കാരണം അത് വലിയ ഒരു ക്രിസ്തു മതത്തോട് കാണിക്കുന്ന വലിയ അട്ടിമറിയാണെന്നാണ് വിചാരം. ഇതെല്ലാം ഒന്നാണ്. ഈ സാധ്യത ക്രിസ്തുവിന് മുൻപ് ഭാരതത്തിൽ ചിന്തകർ തിരിച്ചറിഞ്ഞിരുന്നു. ദൈവത്തെ അറിയുകയും ദൈവഹിതത്തോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ പണവും പ്രതാപവും അതിൻ്റെ വലിയ വലിയ കാര്യങ്ങളും വെറും മായയാണ് എന്ന് ഭാരതത്തിലെ ആത്മീയ ചിന്തകർ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ പേരാണ് ദ ഡോക്ട്രിൻ ഓഫ് മായ. ദ ഡോക്ട്രിൻ ഓഫ് മായ. ഞാൻ നിങ്ങളോട് ഒന്ന് അഭിപ്രായപ്പെട്ടുകൊള്ളട്ടെ, കഴിയുമെങ്കിൽ നിങ്ങൾ ഡോക്ട്രിൻ ഓഫ് മായ എന്താണെന്ന് ഗൂഗിളിൽ പോയാൽ മാത്രം മതി, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഗൂഗിൾ ഡോക്ട്രിൻ ഓഫ് മായ. അപ്പോൾ നിങ്ങൾക്കൊരു പുസ്തകം, പല സജഷൻസും, അതിൽ ഒന്നാണ് ദ ഡോക്ടർ ഓഫ് മായ എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രഭു ദത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. പ്രഭു ദത്ത ശാസ്ത്രി. പ്രഭു ദത്ത ശാസ്ത്രി. പ്രഭു ദത്ത ശാസ്ത്രി. ശാസ്ത്രിയുടെ സ്പെല്ലിംഗ് SASTRI, ശാസ്ത്രി. ശാസ്ത്രി, പ്രഭു ദത്ത ശാസ്ത്രി, ദ ഡോക്ട്രിൻ ഓഫ് മായ. ആ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും. നമ്മുടെ അജ്ഞതയിൽ നിന്നാണ് നാം പല കാര്യങ്ങളും വളരെ കൃത്യമായി, ഇതിനപ്പുറത്ത് നമ്മൾ പറയുന്നതിനപ്പുറത്ത് ഒരു സത്യവുമില്ല എന്ന് കട്ടായം പിടിക്കുന്നതിൻ്റെ ഏക കാരണം നമ്മുടെ അജ്ഞത അത്രമാത്രം കട്ടിയേറിയതാണ് എന്നത് മാത്രമാണ് എൻ്റെ അർത്ഥം. ഏതായാലും യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്നെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ, അതിനോട് സമമായി ഒന്നും വെക്കാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അത് മാത്രം മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനികൾ കൂട്ടാക്കുന്നില്ല. കാരണം അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ഇതുവരെ നടന്ന വഴി ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ ഇതുവരെ വെച്ചു പുലർത്തിയ കാഴ്ചപ്പാടുകൾ,
നമ്മൾ നടത്തിയ വലിയ വലിയ സംരംഭങ്ങൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ വലിയ വിടുവാകൾ, ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് യേശുവിൻ്റെ പല പല പ്രസ്താവനകളും അത് അർഹിക്കുന്ന വിധത്തിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഭീതിയുള്ള ഒരവസ്ഥയായി മാറിയിരിക്കും. അതുകൊണ്ട് വചന പ്രഘോഷണം നടക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിലുള്ള വചനം ആരും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു വലിയ ക്ഷാമമുണ്ട്. അത് വചനത്തിൻ്റെ ക്ഷാമമാണ്, സത്യത്തിൻ്റെ ക്ഷാമമാണ്, ആത്മീയമായ വെളിച്ചത്തിൻ്റെ ക്ഷാമമാണ്. ഇതിൻ്റെയൊക്കെ കാരണം ദൈവത്തിന് പകരം മതത്തെ വെച്ച്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് മതത്തെ വെച്ച് ബിംബാരാധന നടത്തുന്നതാണ് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് മാത്രം വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനെപ്പറ്റി അനേക 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 കാര്യങ്ങൾ, ഇതിൻ്റെ പലവിധമായ വശങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് കാലക്രമേണ ചെയ്യാമെന്ന പ്രതീക്ഷയിലാണ്. നിങ്ങൾ ഈ വിഷയങ്ങളിൽ വേണ്ടതുപോലെ ശ്രദ്ധയും താല്പര്യവും കാണിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അന്വേഷണത്തിന് വഴിയൊരുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് 2025 ആണ്ട് ഇതാ നമ്മുടെ വെളിപ്പാടകലത്ത് നിൽക്കുന്നു. അതിനെ സ്പർശിച്ചുകൊണ്ട് ആ വർഷത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അർത്ഥവത്തായ അനുഭവങ്ങൾ അധികമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.